So students, today in this class we will discuss about the valence bond theory of 6-coordinated complexes. So usually 6-coordinated transition metal complexes have octahedral geometry. So the hybridization will be either D2sp3 or sp3d2 hybridization. If the central metal atom is D2sp3 hybridized, then the complex can be called inner orbital octahedral complex because the two d orbitals involved in the hybridization are of the penultimate shell or the shell before the last shell, valence shell. And an octahedral complex in which the central metal ion is sp3d2 hybridized can be called an outer orbital octahedral complex because the d orbitals involved in the hybridization are of the valence shell or the nth shell. So usually inner orbital octahedral complexes are formed by strong ligands like cyanide, ammonia, etc. Whereas outer orbital complexes are normally formed by weak ligands like fluoride, water, etc. Actually, when strong ligands approach the central metal atom, they tend to pair up the electrons present in the metal orbitals. And so they are called low spin octahedral complexes. Examples for low spin octahedral complexes are FeCN6 4-, FeCN6 3-, CONH3 6 3+, etc. In outer orbital octahedral complexes, which are always formed by weak ligands and they do not induce pairing of the unpaired electrons. So the number of unpaired electrons is always greater, and so such complexes are called high spin octahedral complexes. Examples for high spin octahedral complexes are FeF6 3- and FeH2O6 3+. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിനെ കുറിച്ചാണ് പഠിക്കുക. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ആവുമ്പോൾ അവരുടെ കോർഡിനേഷൻ നമ്പർ എപ്പോഴും 6 ആയിരിക്കും. രണ്ട് തരത്തിലുള്ള ഹൈബ്രിഡൈസേഷൻ വരാൻ സാധ്യതയുണ്ട്. D2sp3 ഹൈബ്രിഡൈസേഷനും sp3d2 ഹൈബ്രിഡൈസേഷനും. D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. കാരണം ഇന്നർ ഷെല്ലിലുള്ള ഡി ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കപ്പെടുന്നത് ഹൈബ്രിഡൈസേഷന് വേണ്ടി. ഇനി sp3d2 ആണെങ്കിൽ നമ്മൾ അതിനെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. കാരണം ഔട്ടർ ഷെല്ലിന്റെ ഡി ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് സയനൈഡ്, അമോണിയ അങ്ങനത്തെ സ്ട്രോങ് ലിഗാൻസ് ആണ്. പക്ഷെ വീക്ക് ലിഗാൻസ് ആയ ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, വാട്ടർ അങ്ങനെയുള്ള ലിഗാൻസ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സസ് ഉണ്ടാക്കും. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സസിൽ എപ്പോഴും ഈ സ്ട്രോങ് ലിഗാൻസ് വരുന്നത് കൊണ്ട് പെയറിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ട് അവർ ലോ സ്പിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവരിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. പക്ഷെ അതിന് എക്സാമ്പിൾസ് ആണ് FeCN6 4-, FeCN6 3-. പക്ഷെ ഔട്ടർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് ലിഗാൻഡ് വരുന്നത് കാരണം പെയറിംഗ് അപ്പ് നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ തന്നെയായിരിക്കും അൺപെയർഡ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരെ ഹൈ സ്പിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടുതലായിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾസ് FeF6 3-, FeH2O6 3+, അങ്ങനത്തെയൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരിക. കുറച്ച് കോംപ്ലക്സസ് പരിചയപ്പെടാം. ആദ്യത്തെ കോംപ്ലക്സ് എക്സാ അമീൻ ക്രോമിയം 3 അയോൺ ഓർ CrNH3 6 3+. ഈ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. കാരണം NH3 എന്ന് അറിയാവുന്നതാണ് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ 2 ഡി ഓർബിറ്റൽസും ഒരു 4s ഓർബിറ്റലും പിന്നെ 3
4p ഓർബിറ്റൽസും കൂടി ഹൈബ്രിഡൈസ് ചെയ്തിട്ട് D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അത് ഒക്ടാഹെഡ്രലി അറേഞ്ച് ചെയ്യും. എന്നിട്ട് അത് ലിഗാൻഡിന്റെ ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ 6 അമോണിയം മോളിക്യൂൾസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒക്ടാഹെഡ്രൽ ഷേപ്പ് കിട്ടും. ഇതാണ് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻസ്. ഒറിജിനൽ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ ഇതാണ്. 3d5 ആണ്. ക്രോമിയത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആയിട്ട് ഡി ഓർബിറ്റൽസ് വരുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി വരും. അതുകൊണ്ടാണ് 3d5 അങ്ങനത്തെ കോൺഫിഗറേഷൻ ക്രോമിയത്തിന് വന്നത്. അപ്പൊ ഇനി ഇതിന്റെ Cr3+ അയോൺ എന്തായിരിക്കും? അതായത് അതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതാണ് Cr3+ അയോൺ. അപ്പൊ 3 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ, 3 ഇലക്ട്രോൺസ് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ വേക്കന്റ് ആയി. ഏതൊക്കെ? 2 ഡിയും 1 എസും വേക്കന്റ് ആയി. അപ്പൊ വേക്കന്റ് ആയ സ്ഥിതിക്ക് ഇനി ഇത് ഹൈബ്രിഡൈസ് ചെയ്യും. 2 ഡിയും 1 എസും 3 പിയും കൂടെയും ഹൈബ്രിഡൈസ് ചെയ്തിട്ട് D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആ D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് അമോണിയ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. നമുക്ക് അമോണിയയുടെ ഇലക്ട്രോൺ പെയർസ് ഇവിടെ കാണാവുന്നതാണ്. ഇൻഡു മാർക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഓർബിറ്റല് 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ പെയർ. ഇതാണ് CrNH3 3+ലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണുള്ളത്. ഇനി 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് നല്ലവണ്ണം പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷേപ്പ് ഇതാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ് ഈ കോംപ്ലക്സിന്. വേറൊരു കോംപ്ലക്സ് നമുക്ക് പരിചയപ്പെടാം. Hexacyanide of ferrate 3 ion or ferricyanate ion FeCN6 3-. ഇതിന്റെ IUPAC നോമൻക്ലേച്ചർ വെച്ചിട്ടാണ് ഇതിന്റെ പേര് Hexacyanide of ferrate 3 ion എന്ന് വരുന്നത്. In FeCN6 3- ion, iron is in the +3 oxidation state and Cn- is a strong ligand. So as the 6Cn- approach the Fe3+ ion, they affect pairing up of the electrons in the 3d orbitals of Fe3+, leaving only one electron unpaired. The 2 3d 1 4s and 3 4p vacant orbitals of Fe3+ hybridize to form 6 D2sp3 hybrid orbitals arranged octahedrally. These 6 empty D2sp3 hybrid orbitals accommodate the 6 electron pairs from 6 Cn- ions. The complex has an octahedral geometry and it contains one unpaired electron, so it is weakly paramagnetic. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ബോണ്ടിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയൺ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അയണിന്റെ നമുക്ക് അറിയാവുന്നതാണ്. അയണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d6 വരും. 3d6 ആയിട്ടുള്ള അയണിന്റെ കോൺഫിഗറേഷൻ ഇതാണ്. അയൺ ഈ കോംപ്ലക്സിൽ അയണിന്റെ ചാർജ് എന്ന് പറയുന്നത് +3 ആണ്. അപ്പൊ +3 ആയതുകൊണ്ട് ഇതിന് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. അതായത് 4s 2 ഇലക്ട്രോൺസും 3d ഈ അറ്റത്തുള്ള 1 ഇലക്ട്രോണും നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ വരും. എല്ലാ ഡി ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. 4s വേക്കന്റ് ആണ്, 4p വേക്കന്റ് ആണ്. ഇനി ഇവര് ഹൈബ്രിഡൈസ് ചെയ്യാൻ പോണേന് തൊട്ട് മുമ്പ് സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ആണ് വരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ആയതുകൊണ്ട് ഡി ഓർബിറ്റൽസ് വേക്കന്റ് ആക്കാൻ വേണ്ടി ഈ 2 ഇലക്ട്രോൺസും ചാടി ഇപ്പുറത്തെ ഓർബിറ്റലിലേക്ക് പോയി അവരുമായിട്ട് പെയർ ചെയ്യും. പെയർ ചെയ്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ 2 ഡി ഓർബിറ്റൽസ് വേക്കന്റ് ആവും, 1 എസ് ഓർബിറ്റലും വേക്കന്റ് ആവും, 3 പി ഓർബിറ്റൽസും വേക്കന്റ് ആവും. അവര് 6 പേരും കൂടെ ഹൈബ്രിഡൈസ് ചെയ്യും. എന്നിട്ട് D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആ D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുക്കുന്നത് 6 സൈനൈഡ് ലിഗാൻഡ്സ് ആണ്. അപ്പൊ ഇലക്ട്രോൺ നിറഞ്ഞു. എല്ലാ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം ഉണ്ട്. അത് നിറഞ്ഞു. അപ്പൊ ഇതിനെയാണ് D2sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. കോംപ്ലക്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. കാരണം D2sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രൽ ആണെന്ന് ഉറപ്പിക്കാം. പിന്നെ ഒരേ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ചെറിയ പാരാമാഗ്നറ്റിക് സ്വഭാവം ഇതിനുണ്ട്. അപ്പൊ പാരാമാഗ്നറ്റിക് ആണ്. ഇതാണ് Hexacyanide of ferrate 3 ion. ഇതുപോലെ തന്നെ വരുന്ന ഒരു കോംപ്ലക്സ് ആണ് Hexacyanide of ferrate 2 ion അല്ലെങ്കിൽ FeCN6 4-. നേരത്തെ നമ്മൾ 3- ആണ് കണ്ടത്.
ഓഫ് ഫെറോസൈനൈഡ് അയോൺ. മുമ്പത്തെ കോംപ്ലക്സിന്റെ പേര് ഫെറിസൈനൈഡ് എന്നായിരുന്നു. ഇപ്പൊ ഫെറോസൈനൈഡ് അയോൺ. ഇത് എക്സാസൈനൈഡ് ഓഫ് ഫെറേറ്റ് 3 അയോണിന്റെ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. Fe നടുവിലുണ്ട്, 6 സൈഡിലേക്കും സൈനൈഡ് ലിഗാൻഡ്സ് ഇരിക്കുന്നത് കാണാവുന്നതാണ്. ഇതിനെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്, കാരണം അറിയാവുന്നതാണല്ലോ. ഉള്ളിലത്തെ ഡി ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. എക്സസൈനൈഡ് ഓഫ് ഫെറേറ്റ് 2 അയോണിൽ എന്താ സംഭവിക്കുക? അയോണിന്റെ കോൺഫിഗറേഷൻ പഴയതുപോലെ തന്നെ. അയോണിന്റെ കോൺഫിഗറേഷൻ എന്താ? 3d6 4s2 ആണ്. ഇതിൽ അയോൺ, ഈ കോംപ്ലക്സിൽ അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 അല്ല +2 ആണ്. മുമ്പത്തെ കോംപ്ലക്സിൽ +3 ആയിരുന്നു, ഇതിൽ +2 ആണ്. +2 ആയതുകൊണ്ട് തന്നെ ഈ 4sലെ 2 ഇലക്ട്രോൺസും നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയാവും 3d6. ഓക്കെ, 4s വേക്കന്റ് ആയി, 4pയും വേക്കന്റ് ആയി. ഇനി സ്ട്രോങ് ലിഗാൻഡ് ആണ് വരുന്നത്. സ്ട്രോങ് ലിഗാൻഡ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പെയറിങ് നടക്കും. അപ്പൊ ഈ ഡിയിലുള്ള 2 ഇലക്ട്രോൺസ് ചാടി അപ്പുറത്തെ ഡിയിലുള്ള ഓർബിറ്റൽസിലേക്ക് ചാടി അവരുമായിട്ട് പെയർ ചെയ്ത് വരും. പെയർ ചെയ്തൊക്കെ കാണാവുന്നതാണ്. അങ്ങനെ 2 ഡി ഓർബിറ്റൽസ് വേക്കന്റ് ആവും, ഒരു 4s ഓർബിറ്റൽ വേക്കന്റ് ആണ്, 3 4p ഓർബിറ്റൽസ് വേക്കന്റ് ആയി. അവരെല്ലാവരും കൂടെ മിക്സ് ചെയ്ത് D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആ D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് 6 സൈനൈഡ് ലിഗാൻഡ്സ് വന്ന് ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുക്കും. നമുക്ക് ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുക്കുന്നത് കാണാവുന്നതാണ് ഇൻഡു മാർക്കിട്ട്. പക്ഷെ ഹൈബ്രിഡൈസ് ചെയ്യാത്ത ഓർബിറ്റൽസ് എല്ലാം ഫുള്ളി ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് അത് ഡയാമാഗ്നറ്റിക് സ്വഭാവമാണ് കാണിക്കുക. പിന്നെ എല്ലാം പെയർഡ് ആയിട്ടിരിക്കുന്ന കാരണം ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഈ കോംപ്ലക്സ്. ഓക്കെ, that's the complex has octahedral geometry and it contains no unpaired electrons. It is diamagnetic and it is the inner orbital complex or a low spin complex. Okay, ഷേപ്പ് ഇതേപോലെ തന്നെയായിരിക്കും. ആയിക്കോട്ടെ 3- എന്ന് പറഞ്ഞ ചാർജിന്റെ അവിടെ 4- ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഷേപ്പ്. വേറെ ക്ലോസ് നമുക്ക് ഡീൽ ചെയ്യാം. എക്സാ ഫ്ലൂറിഡ് ഓഫ് ഫെറേറ്റ് 3 അയോൺ FeF6 3-. In FeF6 3-, ion is in the +3 oxidation state. A fluoride ion is not a strong ligand, but it is a weak ligand. So as the 6F- approach the Fe3+, the 3d electrons of the Fe3+ are not disturbed. The Fe3+ thus uses its outer d orbitals, that is 4d, for hybridization. In other words, the 1 4s, 3 4p and 2 4d vacant orbitals of Fe3+ hybridized to form 6 sp3d2 hybrid orbitals are reached octahedrally. These 6 sp3d2 hybrid orbitals accommodate the 6 electron pairs from 6F- ions. So Fe atom, Sv atom, this is a 3d 6 electrons. അയണിന്റെ 3d6 4s2 കോൺഫിഗറേഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പക്ഷെ നമുക്ക് മനസ്സിലായി വരുന്ന ലിഗാൻഡ് ഫ്ലൂറൈഡ് ആയതുകൊണ്ട് അത് വീക്ക് ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. അതുകൊണ്ട് പെയറിംഗ് അപ്പം നടക്കില്ല. അതുകൊണ്ട് വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇത് ഇവിടെ ഔട്ടർ ഡി ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഔട്ടർ ഡി ഓർബിറ്റൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 4dയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ കോംപ്ലക്സിൽ Fe-യുടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ 3+ ആണ്. 3+ ആയതുകൊണ്ട് ഈ 4sലെ 2 ഇലക്ട്രോൺസും അതിന് നഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഈ അറ്റത്തെ ഡി ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോൺ, പെയർ ചെയ്ത ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. അങ്ങനെ 5 ഇലക്ട്രോൺസും ഓരോ ഓർബിറ്റലിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് Fe3+ അവസ്ഥ. 4s വേക്കന്റ്, 4p വേക്കന്റ്, 4d വേക്കന്റ്. ഇനി ഒന്നും പെയർ ചെയ്യില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക് ലിഗാൻഡ് ആണ്, പെയർ ചെയ്യാനുള്ള ശക്തിയില്ല ഫ്ലൂറൈഡിന്. അതുകൊണ്ട് തന്നെ ഔട്ടർ ഡി ഓർബിറ്റൽസ് ആണ് എന്താ പറയുക ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കപ്പെടുക. അതായത് ഈ എസും ഈ 3pയും ഈ ഇവിടുത്തെ 2dയും കൂടെയും മിക്സ് ചെയ്യും.
എന്നിട്ട് sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോണിനെ ഇട്ട് കൊടുക്കും. ഇലക്ട്രോണെ ഇട്ട് കൊടുക്കുന്നത് ഇൻഡു മാർക്ക് ഇട്ട് നമുക്ക് കാണാവുന്നതാണ്. ബാക്കി ഇലക്ട്രോൺസ് അതേപോലെ തന്നെ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇരിക്കുന്നു. sp3d2 ഓർബിറ്റൽസിൽ ലിഗാൻസ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഇലക്ട്രോൺസ് ഇൻഡു മാർക്ക് ഇട്ട് കാണാവുന്നതാണ്. അപ്പൊ ഇത് ഒത്തിരി അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര പാരാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കും. 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ജോമെട്രി ഒക്ടാഹെഡ്രൽ തന്നെയാണ്. ഇനി ഇത് ഔട്ടർ ഡി ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പേര് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ്. അത് മാത്രമല്ല ഇതിനെ ഹൈ സ്പിൻ കോംപ്ലക്സ് എന്നും വിളിക്കും. ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. മറ്റേത് മുമ്പ് കണ്ട കോംപ്ലക്സ് ലോ സ്പിൻ ആയിരുന്നു. അപ്പൊ ഇതാണ് Fe(F6)3-. ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഒക്ടാഹെഡ്രലിന് നടുവിൽ ഫ്ലൂറിൻ ആറ്റവും 6 സൈഡിലും നമുക്ക് നടുവിൽ അയൺ ആറ്റവും 6 സൈഡിലും ഫ്ലൂറിൻ ആറ്റംസ് കാണാവുന്നതാണ്. ഇതൊക്കെയാണ് ബോണ്ടിങ്, വാലൻസ് ബോണ്ട് തിയറിയുടെ പ്രത്യേകതകൾ. അപ്പൊ വാലൻസ് ബോണ്ട് തിയറി 4 കോർഡിനേഷൻ നമ്പറിനും 6 കോർഡിനേഷൻ നമ്പറും പഠിച്ചു. ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റ്സ് എന്താന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. Valence bond theory is more advanced than Werner's theory in explaining the nature of metal-ligand bonding. It can successfully explain the structures and magnetic behavior of several complexes. നമ്മൾ കണ്ട എല്ലാ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. അത് മാത്രമല്ല പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. എന്നിരുന്നാലും ചെറിയ ഡിഫക്ട്സ് ഉണ്ട്, ഇതിന് ഡിമെറിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിനേക്കാളും നല്ല തിയറീസ് അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പൊ ഡിമെറിറ്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. Demerits of valence bond theory. Valence bond theory has several limitations. First one is that VBT assumes rather a qualitative approach in explaining the bonding in complexes. It fails to explain the spectra of complexes. It cannot explain the quantitative aspects of the magnetic moments of complexes. It fails to explain the relative rates of reactions of analogous complexes. It cannot explain the mechanisms of reactions that complexes undergo. It cannot explain the relative stabilities of geometries associated with the different coordination number. It cannot explain why Fe3 forms both tetrahedral and octahedral complexes, while Cr3 mostly forms octahedral ones. VBT cannot explain the temperature-dependent paramagnetism of complexes. And VBT fails to take into account the orbital contribution of the magnetic moments of complexes and yield erroneous results as compared to the actual measured result. VBTയുടെ ലിമിറ്റേഷൻസ് ഇത് വായിച്ചെന്ന് മനസ്സിലാവുണ്ടാവും. കുറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബോണ്ടിങ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കോംപ്ലക്സിന്റെ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ അത് സ്ക്വയർ പ്ലെയിനാർ ആയിരിക്കോ അതോ ടെട്രാഹെഡ്രൽ ആയിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതിന്റെ ബോണ്ടിങ് എങ്ങനെ നോക്കിയിട്ടാണ് അതിന്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല സ്പെക്ട്ര കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിന് ബുദ്ധിമുട്ടാണ്. മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂസ് എങ്ങനെ വരുന്നു എന്ന് അതും ഫുൾ ആയിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ മെക്കാനിസം, റിയാക്ഷൻ മെക്കാനിസംസ് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. റേറ്റ് ഓഫ് റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സ്റ്റെബിലിറ്റി, ഓരോ കോർഡിനേഷൻ നമ്പർ ഉള്ളവർക്കും ഓരോ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇപ്പൊ അയേൺ കൂടുതൽ ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ക്രോമിയം ആണെങ്കിൽ കൂടുതലും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് പറയാൻ പറ്റിയില്ല. അത് മാത്രമല്ല ടെമ്പറേച്ചർ ആയിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട് മാഗ്നറ്റിക് സ്വഭാവത്തിന്. അതെങ്ങനെയാ വന്നതെന്ന് അതും പറയാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഡിമെറിറ്റ്സ്. Okay. So this is all about valence bond theory. In the next class we will learn another theory of coordination complexes. Thank you.